അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലിനെ ഡോക്ടർ ശശി തരൂർ എം പി പിന്തുണയ്ക്കുകയാണ്. ബില്ലിൽ തെറ്റു കാണുന്നില്ല എന്ന് തരൂർ പറഞ്ഞു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ വിശദാംശങ്ങൾ നൽകും. ബൽറാം, ശശി തരൂർ ഈ വിഷയത്തിൽ പറയുന്നത് സംയുക്ത പാർലമെന്ററി സമിതി എന്ന നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ, അതിൽ ചർച്ച നടക്കട്ടെ എന്നാണ്. അതേസമയം കോൺഗ്രസ് ഇന്ന് രാവിലെ പ്രിയങ്ക ഗാന്ധി, അതുപോലെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലൊക്കെ അതിശക്തമായ വിമർശനം ഉന്നയിക്കുകയും രാഷ്ട്രീയമായി കടുത്ത ഏറ്റുമുട്ടലിന് ഈ വിഷയത്തിൽ കേന്ദ്രവുമായി തയ്യാറാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ് ശശി തരൂർ ഇതിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നത്. ആ ബില്ലിൽ തെറ്റു കാണുന്നില്ല എന്ന് തന്നെയല്ല, അത്തരം ബില്ലുകളിൽ ചർച്ച നടക്കട്ടെ എന്നത്. ഇത് ഒരു എക്സ്ട്രീം ലൈൻ സ്വീകരിക്കുകയാണല്ലോ തരൂർ ഈ വിഷയത്തിൽ, അല്ലേ? വിജയകുമാർ, കഴിഞ്ഞ അല്പകാലമായി ശശി തരൂർ സ്വീകരിക്കുന്ന പതിവ് ശൈലി എന്നുള്ളത് കോൺഗ്രസ് സ്വീകരിക്കുന്ന പൊതു സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായുള്ള, അല്ലെങ്കിൽ BJPയോടോ കേന്ദ്ര സർക്കാരിനോടോ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിലും അത് ശശി തരൂർ ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പ്രിയങ്ക ഗാന്ധി, കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെയും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടാണ് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് സാമാന്യ യുക്തിയുടെ കാര്യമാണ്, സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ് എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്നുള്ളത് ബില്ല് JPCക്ക് മുന്നിൽ വിടാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് JPCക്ക് മുന്നിൽ വരും. JPCയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകൾ ആകാമല്ലോ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് ജനാധിപത്യത്തിന് ഗുണം ചെയ്യും എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിലും തരൂർ വ്യത്യസ്തമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നു. ബൽറാം, നമുക്ക് എന്താണ് തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ന് കേൾക്കാം. പാർലമെന്റിന് പുറത്ത്, ലോക്സഭയ്ക്ക് പുറത്ത് വെച്ച് അദ്ദേഹം വാർത്താ ഏജൻസിയെ കണ്ടപ്പോഴാണ് ഇതിൽ പ്രതികരിച്ചത്. ആ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അത് നമുക്ക് കാണാം. On the face of it, it seems reasonable that anyone who does anything wrong should be liable to punishment and should not be holding a high constitutional office or a political office. I think that makes sense. യെസ്, അതാണ് അദ്ദേഹം ഈ വിഷയത്തിൽ നൽകിയ പ്രതികരണം. ഇപ്പോൾ നടക്കുന്ന വോട്ട് കൊള്ള ചർച്ച, അതിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രതിഷേധം, അതിനിടയിൽ ഇത്തരമൊരു പ്രധാനപ്പെട്ട ബില്ല് പാർലമെന്റിൽ വരുന്നു. അതിൽ അസ്വാഭാവികമായി ഒന്നും തരൂർ കാണുന്നില്ല എന്ന് തന്നെയല്ല, കോൺഗ്രസ് ഉന്നയിക്കുന്ന ഈ കടുത്ത ആശങ്കകളോ വിമർശനങ്ങളോ അദ്ദേഹത്തെ ബാധിക്കുന്നതേ ഇല്ല. പ്രതികരണത്തിൽ അത് വ്യക്തവുമാണ്. അപ്പോൾ ബൽറാം, ഇതിൽ ഈ കോൺഗ്രസ് നേതൃത്വവുമായി കഴിഞ്ഞ കുറച്ചു നാളായി നടത്തുന്ന ഏറ്റുമുട്ടൽ, ഈ പറയുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ, പാർട്ടി എടുക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി തീരുമാനമെടുക്കുകയും അത് പരസ്യമായി പറയുകയും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന തരൂർ, പക്ഷേ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന കുറെ കൂടി കടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നു. അത് ഒരു അന്തിമ യുദ്ധത്തിന് തരൂർ ഒരുങ്ങുന്നു പാർട്ടി നേതൃത്വവുമായി എന്ന നിലയിൽ വേണമെങ്കിൽ കാണാമെന്നാണ് തോന്നുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, കഴിഞ്ഞ കുറേ നാളായി ശശി തരൂർ സ്വീകരിക്കുന്ന നിലപാട് ഒരു തുറന്ന യുദ്ധത്തിന് സമാനമായി തന്നെയാണ്. പാർട്ടിയെ പരമാവധി പ്രകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയമായ തീരുമാനങ്ങളിൽ പോലും വ്യത്യസ്തമായ നിലപാട് അദ്ദേഹം അറിയിക്കുന്നു. അത് തൻ്റെ വ്യക്തിപരമായ നിലപാട് എന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുമ്പോഴും പാർട്ടിയുടെ നിലപാടിന് ഒപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിലും ആവർത്തിക്കുന്നത്. ഇത് അല്പം കൂടി ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ നിരയിലെ മുഴുവൻ നേതാക്കളും തള്ളിപ്പറഞ്ഞ, കടുത്ത എതിർപ്പ് അറിയിച്ച ഒരു ബില്ലാണ് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കാനിരിക്കുന്നത്. ആ ഒരു ബില്ലിനെയാണ് ശശി തരൂർ പിന്തുണച്ചിരിക്കുന്നത്. ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നും ഇത്തരത്തിൽ ഇത് ധാർമ്മികതയ്ക്ക് വേണ്ടിയാണ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം, അത് പൂർണ്ണമായും തന്നെ വിശ്വസിച്ച മട്ടിലാണ് ശശി തരൂരിൻ്റെ ഒരു പ്രതികരണം. ഒരു പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തിൽ ശശി തരൂർ ഈ വിഷയത്തിലും സംസാരിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറിച്ച് JPCയിൽ ഇത് ചർച്ച ചെയ്യാം, അത് ജനാധിപത്യത്തിന് ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതേസമയം BJP ബില്ല് അവതരണവുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. വിപ്പ് അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ലോക്സഭയിൽ. വിജയകുമാർ.